രാജ്യസഭ ഒരിക്കലും പിരിയാത്ത സഭയാണ് രാജ്യസഭ. പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. 1952 ഏപ്രിൽ 3 രാജ്യസഭ രൂപവത്കരിക്കപ്പെട്ടു. 1952 മെയ് 13 രാജ്യസഭയുടെ ആദ്യ സമ്മേളനം നടന്നു. 1954 ഓഗസ്റ്റ് 23 കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന സഭയുടെ പേര് രാജ്യസഭ എന്നാക്കി മാറ്റി. ഭരണഘടന അനുസരിച്ച് രാജ്യസഭയിലെ അംഗസംഖ്യ 250 വരെ ആവാം. സാഹിത്യം, കല, ശാസ്ത്രം, സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 12 പേരെയാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്. രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഡൽഹിയും പുതുച്ചേരിയുമാണ്. രാജ്യസഭാംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭ അധ്യക്ഷൻ ചെയർമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. രാജ്യസഭ ചെയർമാൻ പദവി വഹിക്കുന്നത് ഉപരാഷ്ട്രപതി ആണ്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാന്റെ കാലാവധി 5 വർഷത്തോളം ആണ്. ലോക്സഭ പിരിച്ചുവിട്ടിരിക്കുന്ന അവസരത്തിൽ അടിയന്തരാവസ്ഥ, സംസ്ഥാന സർക്കാരിന്റെ പിരിച്ചുവിടൽ എന്നിവയ്ക്ക് അംഗീകാരം നൽകുന്നത് രാജ്യസഭയാണ്. ഭരണഘടനയുടെ 80-ാം വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമാവുന്നത്. ഭരണഘടനയുടെ 4-ാം ഷെഡ്യൂൾ അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിൽ സീറ്റുകൾ വീതിച്ചു നൽകുന്നത്. രാജ്യസഭയുടെ കാലാവധി എന്നൊന്നുമില്ല. 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുന്നു. ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങൾ ഉള്ളത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഒരു ധനകാര്യ ബിൽ പരമാവധി 14 ദിവസം വരെ രാജ്യസഭയ്ക്ക് കൈവശം വയ്ക്കുവാൻ സാധിക്കുന്നു. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ദേവി അരുന്ധേൽ ആണ്. രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ്. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പ് ആണ്. കേരളത്തിൽ നിന്നുമുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 ആണ്. രാജ്യസഭയുടെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാൻ SV കൃഷ്ണമൂർത്തിയാണ്. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയുടെ ചെയർമാനായിരുന്നത് ഡോക്ടർ S രാധാകൃഷ്ണൻ ആണ്. രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാനും ഡോക്ടർ S രാധാകൃഷ്ണനാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് രുക്മിണി ദേവി അരുന്ധേൽ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ മലയാളിയാണ് MM ജേക്കബ്. രാജ്യസഭാ ചെയർമാനായ ആദ്യ മലയാളി KR നാരായണൻ ആണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയാണ് സർദാർ KM പണിക്കർ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ വനിത ആണ് വയലറ്റ് ആൽവ. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി 2016 നോമിനേറ്റ് ചെയ്ത മലയാള സിനിമാ നടൻ ആണ് സുരേഷ് ഗോപി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ.